ഒരു അറസ്റ്റിലേക്ക് അദ്ദേഹത്തെ നയിച്ചതിന് പിന്നിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണം, ഈ ഒരു വിഷയത്തിന് മുമ്പ് രാഹുൽ ഈശ്വർ വളരെ ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ടോപ്പിക് ഇപ്പോൾ ഇല്ല. രാഹുൽ മാത്രമാണ് അത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചർച്ചയാക്കിയത്. ഇപ്പം ആ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം. അപ്സ്റ്റെയർ വേക്കൻ്റ് അല്ലാത്ത എല്ലാവർക്കും അറിയാം എന്താണ് ആ ടോപ്പിക് എന്ന്. ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. പക്ഷേ ആ ടോപ്പിക്ക് ഇപ്പോൾ ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതായിരുന്നു എല്ലാവരുടെ ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണ്. തീർച്ചയായിട്ടും അതിജീവിതയുടെ അവകാശം സംരക്ഷിക്കപ്പെടണം, അവർക്ക് നീതി കിട്ടണം, അതിനോടൊപ്പം നമ്മളും ഉണ്ടാവും. പക്ഷേ ഈ ഒരു രാഹുൽ ഈശ്വറിനെ ഈ ഒരു കാര്യത്തിൽ ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് തുറപ്പിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ വിശ്വസിക്കാൻ കാരണം അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരുന്നു. അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് ആണെന്ന് പറയുന്നു. ശേഷം പിന്നെ അത് നോൺ ബെയിലബിൾ ആവും. ഇപ്പം BNS 75 എന്ന് പറയുന്ന ആക്ട് പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നുള്ള ഒരു കുറ്റപ്രകാരമാണ് അദ്ദേഹത്തെ ഇപ്പം അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പോലീസ് പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പറ്റുള്ളൂ. അത് മാക്സിമം വൈകിച്ച് പുള്ളിയെ കസ്റ്റഡിയിൽ 3 മുതൽ 6 എത്ര ദിവസം വേണോ കസ്റ്റഡിയിൽ വയ്ക്കാം, അത്രയും ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി മാക്സിമം ഹറാസ് ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.